കേരള സംസ്ഥാനം രൂപീകൃതമായ അന്നു മുതൽ ഒരുപക്ഷേ കേരള സംസ്ഥാനത്തിന് മുമ്പ് തന്നെ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വെച്ചുകൊണ്ടും കടലിൻ്റെ ആഴവും പരപ്പും എല്ലാം നിശ്ചയിച്ചുകൊണ്ടും കടൽ തീരത്തിൻ്റെ വീതിയും നീളവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് വിഴിഞ്ഞത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് പേർ പറഞ്ഞത്. ഒരുപാട് തർക്കങ്ങൾ നടന്നു, വഴക്കുകൾ നടന്നു, അതിൻ്റെ പേരിൽ ഒരുപാട് കരാർ വന്നു, കരാർ ലംഘനങ്ങൾ വന്നു, പല പല പഠനങ്ങൾ നടന്നു, ഒരുപാട് കുത്തിത്തിരിപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം വിഴിഞ്ഞം തുറമുഖം അദാനി പോർട്ടിലേക്ക് മാറി അദാനി വന്ന് വിഴിഞ്ഞം തുറമുഖം എടുക്കുന്നത്. അത് സിംഗിൾ കൊട്ടേഷൻ ടെൻഡറായിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പോയത്. പക്ഷേ എന്തായാലും വിഴിഞ്ഞം പദ്ധതി വന്ന് കഴിഞ്ഞു. അങ്ങനെ ആ വിഴിഞ്ഞം പോർട്ട്, അദാനി പോർട്ട് വന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നടക്കുന്ന രണ്ടാമത്തെ ചർച്ച ആ പോർട്ടിൻ്റെ അനുബന്ധമായി കേരളത്തിൽ ഏറ്റെടുക്കേണ്ട വ്യവസായ വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പൊതുവികസനത്തെക്കുറിച്ചുമാണ്. വേണമെങ്കിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെടുത്തി കേരളത്തിൻ്റെ പൊതുവികസന രംഗത്ത് ധാരാളം സാധ്യതകളുണ്ട് എന്നാണ് ഒരു വശത്ത് പറയുന്നത്. പക്ഷേ ഈ സാധ്യതകളെയൊക്കെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയും? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊതു സ്വത്തുക്കൾ എന്തുമാത്രമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ പാട്ടക്കരാറുകൾ വരാൻ പോകുന്നു. 90 വർഷത്തേക്ക് 100 കോടിയിൽ ഉപരിയായി 100 കോടിയിൽ പരം നിക്ഷേപം നടത്തുന്നവർക്ക് 90 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി 10 കോടി മുതൽ പിന്നെ 100 കോടിക്ക് താഴെയാണെങ്കിൽ അത് 60 വർഷത്തേക്കും എന്ന് പറയുന്നു. പിന്നെ 10% ആദ്യം അടച്ചാൽ മതി, ബാക്കി തുക പിന്നെ 2 വർഷത്തിൻ്റെ മൊറട്ടോറിയമുണ്ട്. ഇങ്ങനെ വലിയ പാക്കേജാണ്. പക്ഷേ ഈ പാക്കേജുകളുടെയൊക്കെ ഒരു പ്രശ്നം വരാൻ പോകുന്നത്, ഇത് പൊളിറ്റിക്കൽ ബിനാമീസൊക്കെയാണ് ഈ പാക്കേജുകൾ എടുക്കുന്നതെങ്കിൽ പിന്നെ പാട്ടത്തിന് കൊടുത്ത വസ്തുവൊന്നും തിരിച്ചെടുപ്പ് നടക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മൊറട്ടോറിയമൊക്കെ നീട്ടിക്കൊണ്ടു പോകും. ഈ ശതമാനവും കാണുകയില്ല, പിരിവും കാണില്ല. അതൊരു വലിയ അഴിമതിക്ക് സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. അതും ശ്രദ്ധിക്കണം. എന്തായാലും വിഴിഞ്ഞത്തിനനുബന്ധിച്ച് സാമ്പത്തിക, സാമൂഹിക, വ്യാവസായിക വളർച്ച വളരെ വലുതാണ്. കേരളം മുഴുവൻ വളരാൻ ഇത് മതി എന്നൊക്കെയാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 5.2 ലക്ഷം ഏക്കർ തോട്ടം ഭൂമി സംസ്ഥാനത്തുണ്ട്. ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്ന് പറയുന്നു. തുറമുഖത്തിന് ഏകദേശം 50 കിലോമീറ്റർ ചുറ്റളവിൽ 10,000 ഏക്കർ സ്ഥലവും ഏറ്റെടുത്ത് സ്വകാര്യ സംരംഭം കൈമാറുമെന്നും അവിടെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോൺ രൂപീകരിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. അപ്പോൾ ഇതിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ 10,000 ഏക്കർ സ്ഥലം കണ്ടെത്തി സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോൺ രൂപീകരിക്കും. അത് പ്രായോഗികമല്ല. കാരണം അത്രമാത്രം ഭൂമി വിഴിഞ്ഞത്തിന് 50 കിലോമീറ്റർ ചുറ്റളവിലുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. വലുതായി ഹാബിറ്റാറ്റുള്ള ജനങ്ങൾ താമസമുള്ള സ്വകാര്യ ഭൂമികളുള്ള ഒരു പ്രദേശമാണ് വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ളത്. പക്ഷേ എങ്കിലും അത് എടുത്തു കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. എവിടെയാണ് നമുക്കറിയില്ല. തിരുവനന്തപുരം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണ പദ്ധതിക്കും ഭൂമി ആവശ്യമാണ്. അപ്പോൾ വ്യത്യസ്തമായ കിൻഫ്രയ്ക്ക് ഇതുവരെ 300 ഏക്കറെ കണ്ടെത്താനായിട്ടുള്ളൂ. ലോജിസ്റ്റിക്, ഹെൽത്ത്, ടൂറിസം, ഗ്രീൻ ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസ്സിംഗ്, ആഗ്രോ പ്രോസസ്സിംഗ് എന്നിവയാണ് മുൻഗണനയുള്ളത്. അപ്പോൾ നമ്മുടെ മൂല്യവർദ്ധിത വസ്തുക്കളായി ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൊണ്ടുവരിക, ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ കാർഷിക അധിഷ്ഠിതമായ മൂല്യവർദ്ധിത പരിപാടികൾ കൊണ്ടുവരിക, ഇൻഡസ്ട്രിയൽ പ്രോസസ് യൂണിറ്റുകൾ ആരംഭിക്കുക, ഇങ്ങനെ ഒരുപാട് IT യൂണിറ്റുകൾ, ഒരുപാട് സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കോടാനുകോടി രൂപയുടെ ബാധ്യതകളും കടവും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നാം ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ? ഇതിനിടയിൽ കൂടി കണ്ണായ സ്ഥലങ്ങളെല്ലാം ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമോ? പാട്ടമെന്നും ലേലമെന്നും പല രൂപത്തിൽ പറഞ്ഞ് കണ്ണായ സ്ഥലമെല്ലാം ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നൊരു ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഒരു തുറമുഖവുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ അതിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ ഇത് നമ്മൾ ആവേശപ്പെട്ട് സർക്കാർ കണക്കുകൾ കൂട്ടി വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് കേരളം ആകെ വികസിച്ചു, കേരളത്തിലാകെ ഇനി വേറൊന്നും വേണ്ട എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് പലരും വരുന്നത്. അത് ശരിയാണോ? അതും നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം. അതേസമയം തന്നെ വിഴിഞ്ഞം പദ്ധതി വന്ന സാഹചര്യത്തിൽ അതിൻ്റെ അനുബന്ധമായി വരേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യണം. അതും വിട്ടുപോകാൻ പാടില്ല. അതിൻ്റെ അനുബന്ധമായി നമുക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും പുനലൂരും ഈ പറയുന്ന പോലെ 2 ജില്ലകളും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും എന്തുമാത്രം വികസനമാണ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതും, അത് റോഡാവട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, റെയിൽവേ ആകട്ടെ, വിമാനത്താവളം, ഇതുമായി ബന്ധപ്പെട്ട വിമാനത്താവളമാവട്ടെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം പോർട്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടും അദാനിയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അത് ചിലപ്പോൾ അവർ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ പോകാം. എന്തായാലും വളരെ വലിയ സാധ്യതയാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ആ സാധ്യത വരുമ്പോൾ തന്നെ ഈ ആശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നുവെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. രണ്ടും കൂടി വേണം. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി, ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഭൂമി കൊടുക്കാനുള്ള ഒരു സാഹചര്യമുള്ള സംസ്ഥാനത്ത് പാട്ടഭൂമി എടുത്ത് മുഴുവൻ പാട്ടഭൂമിയും ഇതുപോലത്തെ കാര്യങ്ങൾക്ക്
അല്ല ഇതുപോലെ എടുത്ത് വീണ്ടും പാട്ടത്തിന് കൊടുത്ത് രേഖകളില്ലാതെ കിടക്കുന്ന വൻകിടക്കാരന് 5.5 ലക്ഷം 5.25 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. അപ്പോൾ ആ തോട്ടമുണ്ട്. ആ തോട്ടമെടുത്ത് ഇതുപോലെ പാട്ടത്തിന് കൊടുക്കുമ്പോൾ വീണ്ടും നിയമക്കുരുക്കുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും കേസിലേക്കും വഴക്കിലേക്കും പോകാത്ത രീതിയിൽ വളരെ സുതാര്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഇതിൻ്റെ റോൾ എന്താണ്? ഇപ്പോഴും അവർ റോഡും പാലവും കെട്ടിടങ്ങളും കുറേ ക്ഷേമ പ്രവർത്തനങ്ങളും ഉദ്ഘാടനങ്ങളും പാലുകാച്ചും ജനകീയാസൂത്രണ പറഞ്ഞ സെമിനാറും ചർച്ചയായിട്ടൊക്കെ നടക്കുന്നതല്ലാതെ ഉൽപ്പാദന മേഖലയിൽ, കാർഷിക വികസന മേഖലയിൽ, ചെറുകിട സംരംഭ മേഖലയിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ പഞ്ചായത്തുകൾക്ക് ഒരെണ്ണത്തിനും കഴിയുന്നില്ല, ഒരു പഞ്ചായത്തിനും പോലും കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഉൽപ്പാദന മേഖലയിൽ അങ്ങനെ കെട്ടഴിച്ച് വിടാൻ എളുപ്പവുമല്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ നിക്ഷേപം ഒരുപാട് വരുത്താൻ പഞ്ചായത്തുകൾ വിചാരിച്ചാൽ കഴിയേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും ചെയ്യുമായിരിക്കാം. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ടിനടുത്ത് വിഴിഞ്ഞം, ബാലരാമപുരം, അതുപോലെ തന്നെ പള്ളിച്ചൽ, പിന്നെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പൂവാർ തുടങ്ങി നിരവധി, വെങ്ങാനൂർ തുടങ്ങിയ ധാരാളം പഞ്ചായത്തുകൾ അതിയന്നൂർ ബ്ലോക്കിലും നേമം ബ്ലോക്കിലുമായിട്ടുണ്ട്. അത് വളരെ കോവളം ഒരു വലിയ പ്രധാനപ്പെട്ട പ്രദേശമാണ്. ആക്കുളം ഒരു പ്രധാനപ്പെട്ട, അപ്പോൾ വലിയൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ സാധ്യതയെ എങ്ങനെ ആര് കൈകാര്യം ചെയ്യും? അതിനനുസരിച്ചുള്ള ഒരു ടൂറിസം ഹബ്ബായും ഇൻഡസ്ട്രിയൽ ഹബ്ബായും സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ടൊക്കെ മാറുന്ന കഥകൾ വരുന്നു. പക്ഷെ അത് വരുമ്പോഴുള്ള ആശങ്കകൾ കൂടി നാം കാണേണ്ടതുണ്ട്. വിഴിഞ്ഞം വളരുമോ? ആശങ്കയും അതോടൊപ്പം വലുതാകുമോ? 1991 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിലാണ് വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കാനുള്ള പ്രാരംഭ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. വിദേശ കമ്പനികൾ അതിനകത്ത് താല്പര്യം പ്രകടിപ്പിച്ചു. ഇതിൻ്റെ ഒരു ചെറിയ കഥയും കൂടി ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 2008 പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷേ സാമ്പത്തിക നടപടികളിൽ നിയമ തടസ്സങ്ങൾ ഉണ്ടായി. 2015 UDF LDF സർക്കാരുകൾ തമ്മിൽ ചർച്ചകൾക്ക് ശേഷം കരാർ അദാനി പോർട്ടിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദാനി പോർട്ടിന് ശരിക്കും കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. ഈ പോർട്ട് വരുന്നതിൽ വളരെ വലിയ പങ്കാണ് MV രാഘവനും ഉമ്മൻചാണ്ടിയൊക്കെ വഹിച്ചിട്ടുള്ളത്. നയനാരുടെ കാലത്തും ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ MV രാഘവൻ വളരെ വലിയ പഠനങ്ങൾ നടത്താൻ ഉള്ള സഹായമൊക്കെ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് വളരെ ഗൗരവമായി. അതിൽ ശശി തരൂരിനും തിരുവനന്തപുരം MP എന്നുള്ള നിലയിൽ ശശി തരൂരിൻ്റെ പങ്കും നമുക്ക് കുറച്ച് കാണാൻ പാടില്ല. കിരൺ അദാനി എന്ന് പറയുന്ന അദാനിയുടെ മകനുമായി ഒരു ഫ്ലൈറ്റിൽ വെച്ച് നടന്ന സംഭാഷണമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആരാണ് എന്താണ് നമുക്കറിയാം. കാരണം ഗവൺമെൻറ്റുകൾ തമ്മിലാണ് ചർച്ചകൾ. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ്, പിന്നെ മോഡിയും അദാനിയും തമ്മിൽ വളരെ നല്ല സൗഹൃദവും, ഗുജറാത്തിലെ പോർട്ടും എയർപോർട്ടും അങ്ങനെ ഗുജറാത്തിലെ വ്യവസായവുമായി അദാനിയെ വളർത്തിക്കൊണ്ടുവന്നത് മോഡിയാണ്. അതുകൊണ്ട് മോഡിയുമായും നല്ല ബന്ധത്തിലാണ്. ആ ബന്ധവും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും 2019 ഭൂമി ഏറ്റെടുക്കൽ നടന്നു. 2023 ആദ്യ കപ്പൽ അവിടെ വന്നു. ഹെൻഹ്വ 15 അവിടെ എത്തി. പിന്നെ അത് കഴിഞ്ഞ് 2024-25 ആയപ്പോൾ അതുമുണ്ട്. ഇതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ്. ഇപ്പോൾ 75% അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാഫിക് കൊളംബോ, ശ്രീലങ്ക, അതായത് ശ്രീലങ്കയും ദുബായ് ജബൽ അലി വഴിയുമാണ് പോകുന്നത്. വിഴിഞ്ഞം പ്രവർത്തനക്ഷമമായാൽ ഈ ചരക്ക് ഗതാഗതം നേരിട്ട് കേരളം വഴി സാധ്യമാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. തിരുവനന്തപുരത്ത് പരിസര പ്രദേശങ്ങൾ ലോജിസ്റ്റിക് പാർക്കുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. വെയർ ഹൗസുകൾ, ഷിപ്പിംഗ് യൂണിറ്റുകൾ എന്നിവയ്ക്ക് വളരെ സാധ്യതയുണ്ട്. നേരിട്ടും പരോക്ഷമായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ മത്സ്യത്തൊഴിലാളി സമരങ്ങൾ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെടുത്തി നടന്നു. 2022 വലിയ തോതിൽ മത്സ്യത്തൊഴിലാളികൾ ചർച്ച് ബാക്ക്ഡ് ഫിഷർമാൻസ് പ്രൊട്ടക്റ്റ് വലിയ തോതിൽ കേരളത്തിൽ വന്നു. അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗൗരവമായി പറയുന്നുണ്ട്. അതിപ്പോഴും തീരത്തിൻ്റെ നാശവും കടൽ മാറ്റങ്ങളും മത്സ്യവളർച്ചയും തീരമിടിച്ചിലും പിന്നെ അങ്ങനെ വലിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പറയുന്നുണ്ട്. എന്തായാലും വളരെ വലിയ തന്ത്രപ്രധാനമായ ഒരു പോർട്ടാണത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും നേവിക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നാച്ചുറൽ ഡീപ് സീ പോർട്ടാണ്. ഇത് ഇന്ത്യയിൽ അപൂർവമായിട്ടുള്ളതാണ്. ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് തന്ത്രത്തിന് മറുപടി എന്ന് പറയുന്ന രീതിയിലും നമ്മുടെ വിഴിഞ്ഞം വളരെ പ്രധാനമാണ്. അപ്പോൾ വളരെ ഭൗമശാസ്ത്രപരമായും സാമ്പത്തികമായും തൊഴിൽപരമായും തന്ത്രപരമായും ഒക്കെ വലിയ മൂല്യങ്ങളുള്ള ഒരു പോർട്ടാണത്. അതിന് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു വളർച്ച കേരളത്തിന് കൊടുക്കുന്നതിന് ആ പോർട്ടിന് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ കിട്ടും. അപ്പോഴും ആശങ്കകൾ തന്നെ നിൽക്കുന്നു. അതും പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്.